الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون الحق من ربك فلا تكن من الممترين അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള അടിമകളായി ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് മഹദി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗനിർഭരമായ ജീവിതം ഒരുപാട് അസ്വാഭാവികതകളിലൂടെ, ഒരുപാട് അമാനുഷികതകളിലൂടെയായിരുന്നു മറിയം ബീവിയുടെ ജീവിതം കടന്നുപോയത്. അതുപോലെ തന്നെയാണ് മറിയം ബീവിയുടെ പുത്രനായ ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവും. സാധാരണഗതിയിൽ കുട്ടികൾ ജനിക്കുക സ്ത്രീ പുരുഷ സംസർഗത്തിലൂടെയാണ്. പക്ഷെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ ഒരു പുരുഷന്റെ ഇടപെടലില്ല. മറിയം ബീവിയാകുന്ന സ്ത്രീ ഒരു പുരുഷ സ്പർശം പോലും ഇല്ലാതെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വരുന്ന മതക്കാർ അവകാശപ്പെടുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്നാണ്, ദൈവപുത്രനാണ് എന്നാണ്. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനെക്കുറിച്ച് സൂറത്തുൽ മറിയമിന്റെ 88-ാമത്തെ ആയത്ത് തൊട്ട് വളരെ ഗൗരവതരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ,
അവർ പറയുകയാണ്, പരമകാരുണികനായ റബ്ബിദാ ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുകയാണ്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, വളരെ ഗൗരവകരമായ ഭയാനകമായ ബീഭത്സമായ ഒരു കാര്യവും കൊണ്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. ആകാശം ഇതാ വിണ്ടുകീറാൻ പോവുകയാണ്, ഭൂമി ഇതാ പിളരാൻ പോകുകയാണ്, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാൻ പോകുകയാണ്. അൻദഉ ലിർറഹ്മാനി വലദാ, പരമകാരുണികനായ റബ്ബ് ഒരു പുത്രനെ സ്വീകരിച്ചു എന്ന വലിയ ആരോപണം, വലിയ ദുരാരോപണം, ഗൗരവതരമായ ദുരാരോപണം കാരണം ആകാശം ഇതാ പിളരാൻ പോകുകയാണ്, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാൻ പോകുകയാണ്, ഭൂമി ഇതാ വിണ്ടുകീറാൻ പോകുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസാഇന്റെ 181-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുവിടാതിരിക്കുക, അതിര് കവിയാതിരിക്കുക. വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ ഇല്ലാത്തത് പറയാതിരിക്കുകയും ചെയ്യുക. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മർയമ റസൂലുള്ളാഹ്, നിശ്ചയം ഈസാ മസീഹ്, മറിയമിന്റെ പുത്രൻ ഈസാ മസീഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ മാത്രമാകുന്നു. വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻ, മറിയമിനേക്ക് അവൻ ഇട്ടുകൊടുത്ത ഒരു വാക്കും അവന്റെ ഒരു വചനവും അവനിൽ നിന്നുള്ള ആത്മാവും മാത്രമാകുന്നു. ഫആമിനൂ ബില്ലാഹി വറസൂലി, അതുകൊണ്ട് അല്ലാഹുവിലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കുക. വലാ തഖൂലൂ തലാസ, ത്രിത്വം എന്ന വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോകരുത്. അല്ലാഹു 3 ദൈവങ്ങളിൽ ഒരുവനാണെന്ന വാക്ക് പോലും നിങ്ങൾ പറഞ്ഞു പോകരുത്. ഇൻതഹൗ ഖൈറൽ ലക്കും, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇന്നമല്ലാഹു ഇലാഹു വാഹിദ്, നിശ്ചയം അല്ലാഹു ഒരേ ഒരു ദൈവമാകുന്നു, ഒരേ ഒരു ഇലാഹാകുന്നു, ഒരേ ഒരു ആരാധ്യനാകുന്നു. സുബ്ഹാനഹു, അവൻ പരിശുദ്ധനാണ്. അയ്യകൂന ലഹു വലദ്, ഒരു പുത്രനെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും അവന് യോജിച്ചതല്ല, ഒരിക്കലും അവന് അഭികാമ്യവുമല്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവനും അവന്റേത് തന്നെയാണ്. വകഫാ ബില്ലാഹി വകീല, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു ഏറ്റവും മതിയായവനാണ്. എന്നിട്ടുള്ള പറയുകയാണ്, ലൈയസ്തൻകിഫൽ മസീഹ്, ഈസബിനും മറിയമിനൊരു മടിയുമില്ല, മസീഹിനൊരു മടിയുമില്ല, ഈസാ നബിക്കൊരു മടിയുമില്ല, ഒരു മടിയുമില്ല. അയ്യകൂന അബ്ദൻ ലില്ലാഹ്, അല്ലാഹുവിന്റെ അടിമത്തം സ്വീകരിക്കാൻ, അല്ലാഹുവിന്റെ അടിമയാണ് ഞാനെന്ന് അംഗീകരിക്കാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ ഈസാക്ക് യാതൊരു മടിയുമില്ല. വലൽ മലായികത്തുൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ മുഖറബുകളായ മലക്കുകൾക്കും യാതൊരു മടിയുമില്ല അല്ലാഹുവിന്റെ അടിമത്തം സ്വീകരിക്കാൻ. വമൻ യസ്തൻകിഫ് അൻ ഇബാദതിഹി വയസ്തക്ബിർ ഫസയഹ്ശുറുഹും ഇലൈഹി ജമീആ, ആര് അല്ലാഹുവിന്റെ അടിമത്തം സ്വീകരിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്നുവോ, ആര് അഹങ്കാരം നടിച്ചുകൊണ്ട് പിന്മാറുന്നുവോ, അവരെയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവങ്കലേക്ക് ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യുന്നതാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ്, 3 ദൈവങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞവർക്കുള്ള ശക്തമായ അല്ലാഹുവിന്റെ താക്കീതാണ്. എത്രമാത്രം അല്ലാഹുവിനെ അത് കോപിപ്പിക്കുന്നു, എത്രമാത്രം അല്ലാഹുവിനെ അത് ദേഷ്യം പിടിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, കൃമികീടത്തിന്റെ വലുപ്പം പോലും ഈ മഹാപ്രപഞ്ചത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനുഷ്യനില്ല. എത്ര വലുതാണ് ഈ പ്രപഞ്ചം. ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വാരി വിതറപ്പെട്ട നക്ഷത്ര
നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന മിന്നാമിനുങ്ങുകളല്ല, ദശലക്ഷക്കണക്കിന് ഭൂമിയെ ഉൾക്കൊള്ളാൻ മാത്രം ഭയാനകമായ വലുപ്പമുള്ള നക്ഷത്രം. ആ നക്ഷത്രത്തെ, അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രത്തിന്റെ മുലൂക്കിയത്ത്, രാജാധികാരം അല്ലാഹുവിന്റെ കയ്യിലാണ്. ആ റബ്ബിനാണ് ഈ ഭൂമിയിൽ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ കേവലം ഒരു ജീവജാലമായ മനുഷ്യവർഗത്തിൽ ഒരു പുത്രനുണ്ടായി എന്ന് പറയുമ്പോ അത് റഹ്മാനായ റഹീമായ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറായ അല്ലാഹുവിന് ഒരു പുത്രനുണ്ടായി എന്ന് പറയുമ്പോ അത് എത്രമാത്രം ഗൗരവതരമായ വിഷയമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പിന്നെ അല്ലാഹുവിന്റെ അടുത്ത് ഈസാ നബി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അല്ലാഹു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നത്? അത് സൂറ ആല ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു പറയാൻ, ഇന്ന മതല ഈസാ ഇൻദല്ലാഹ് കമതലി ആദമ ഖലഖഹു മിൻ തുറാബ് ثم قال له كن فيكون. ഇന്ന മതല ഈസാ, ഈസ ഏതുപോലെയാണ് അല്ലാഹുവിന്റെ അടുത്ത് ഇൻദല്ലാഹ് കമതലി ആദം, ആദമിനെ പോലെയാണ്, ഖലഖഹു മിൻ തുറാബ്, ആദമിനെ അല്ലാഹു പടച്ചത് കളിമണ്ണിൽ നിന്നാണ്. ഉമ്മയില്ലാതെയാണ്, വാപ്പയില്ലാതെയാണ്, പിതാവും മാതാവും ഇല്ലാതെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആദമിനെ നിങ്ങൾ അല്ലാഹുവിന്റെ പുത്രൻ എന്ന് പറയാത്തത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ആദം ദൈവപുത്രനാണെന്ന് നിങ്ങൾ ആരോപിക്കാത്തത്? ആ ആദമിന്റെ അതേ സ്ഥാനം തന്നെയാണ് ഈസാ നബിക്കും അല്ലാഹുവിന്റെ പക്കലുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കറകളഞ്ഞൊരു പ്രവാചകനാണ്. ആ പ്രവാചകത്വത്തിന് തെളിവായി ഒരുപാട് മുഅ്ജിസത്തുകൾ ഈസാ നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആ മുഅ്ജിസത്തുകളിൽ ഒന്നാമത്തേതാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചു എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വയുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ലൻ വമിനസ് സാലിഹീൻ, തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതാനിയൽ കിതാബ വജഅലനി നബിയ്യ, എനിക്ക് പ്രവാചകത്വവും ഗ്രന്ഥവും അവൻ നൽകിയിരിക്കുന്നു എന്ന് ഈസാ നബി തന്റെ സമുദായത്തോട് സംസാരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, എന്നിട്ടുള്ള പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർന്നു വലുതായ ഒരു പ്രവാചകനായപ്പോ അദ്ദേഹം തന്റെ സമുദായത്തോട് പറയുകയാണ്, എന്റെ സമുദായമേ, ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. അന്നി അഖ്ലുഖു ലക്കും മിനത് ത്വീനി കഹൈഅതി ത്വയ്ർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കാം. ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, എന്നിട്ട് ആ കളിമണ്ണിന്റെ പക്ഷിയുടെ രൂപത്തിലേക്ക് ഞാനൊന്ന് ഊതുകയും ചെയ്യാം. ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, ഞാൻ അങ്ങനെ ഊതുന്ന സമയത്ത് അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ആ കളിമണ്ണിന്റെ പക്ഷിരൂപം ജീവനുള്ള പക്ഷിയായി പറന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഈസാ നബി പറയുകയാണ്, വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, വെള്ളപ്പാണ്ടുകാരനെ ഞാൻ സുഖപ്പെടുത്താം, അന്ധന് ഞാൻ കാഴ്ച തിരിച്ചു കൊടുക്കാം, മരിച്ചുപോയവരെ ഞാൻ പുനർജീവിപ്പിക്കാം. എങ്ങനെ? ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം. വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തത്തഖിദൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ആയത്തുകളായിട്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു മുഅ്ജിസത്തായി മാഇദയുടെ സംഭവം അല്ലാഹു വിവരിച്ചു തരികയാണ്. ഈസാ നബിയുടെ ഉമ്മത്ത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇദ് ഖാലൽ ഹവാരിയൂന യാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ അവരോട് പറയുകയാണ്, ഹൽ യസ്തതീഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണത്തിന്റെ തളിക ഞങ്ങൾക്ക് ഇറക്കി തരാൻ ഈസാ നിന്നെ കൊണ്ട് പറ്റുമോ? നിന്റെ രക്ഷിതാവിനെ കൊണ്ട്, താങ്കളുടെ രക്ഷിതാവിനെ കൊണ്ട് ആകാശത്ത് നിന്ന് ഒരു ഭക്ഷണ തളിക ഞങ്ങൾക്ക് ഇറക്കി തരാൻ അങ്ങയ്ക്ക് പറ്റുമോ ഈസ എന്ന് ഹവാരികൾ ചോദിച്ചപ്പോ ഈസാ നബി അവരോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഖാലു, അവർ പറയുകയാണ്, നുരീദു അൻ നഅകുല മിൻഹാ
ഞങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. വതത്മഇന്ന ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങൾ അതുകൊണ്ട് സമാധാനമടയാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വനഅലമു അൻ ഖദ് സദഖതനാ, എന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി അങ്ങ് സത്യവാനാണെന്ന് ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വനകൂന അലൈഹാ മിനശ്ശാഹിദീൻ, അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തത്തിന് സാക്ഷികളാകാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഖാല ഈസ ഇബ്നു മറിയം പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ്സമാ, ആകാശത്തുനിന്ന് ഞങ്ങൾക്ക് നീ ഒരു ഭക്ഷണത്തിന്റെ തളിക ഇറക്കി തരണേ റബ്ബേ. തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക, ഞങ്ങളുടെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും അതൊരാഘോഷമാകുന്നതിന് വേണ്ടി, ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു ഭക്ഷണത്തിന്റെ തളിക നീ ഇറക്കി തരണമേ. വർസുഖ്നാ, ഞങ്ങൾക്ക് നൽകണമേ. വഅൻത ഖൈറുർ റാസിഖീൻ, നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീ തന്നെയാണ്. ഖാലല്ലാഹ്, അല്ലാഹുവിന്റെ മറുപടി, ഇന്നി മുനസ്സിലുഹാ അലൈക്കും, ഞാനിതാ അത് നിങ്ങൾക്ക് ഇറക്കാൻ പോകുകയാണ്. ഫമൻ യക്ഫുറു ബഅദു മിൻകും, അങ്ങനെ ആ വലിയ ദൃഷ്ടാന്തം കണ്ടതിന് ശേഷം നിങ്ങളിൽ ആര് അവിശ്വസിക്കുന്നുവോ, ഫഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകത്ത് ആർക്കും നൽകാത്ത ഭയാനകമായ ശിക്ഷ അത് കണ്ടതിന് ശേഷം അവിശ്വസിക്കുന്നവർക്ക് ഞാൻ നൽകുന്നതാണ്. എന്നിട്ട് ഭൂരിപക്ഷം മുഫസ്സിറുകളുടെയും അഭിപ്രായം ആ തളിക ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തിന് ഇറക്കിക്കൊടുത്തു എന്നാണ്. ആ തളികയിൽ എന്തൊക്കെയുണ്ട് എന്നുവരെ ചില മുഫസ്സിറുകൾ ചില റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതായി കാണാൻ കഴിയും. അതിൽ മത്സ്യമുണ്ടായിരുന്നു, അപ്പമുണ്ടായിരുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു എന്ന് വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തമായി മുഅ്ജിസത്തായി നൽകിയതാണ്. എന്തിനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഈ മുഅ്ജിസത്ത് നൽകിയത്? സുബ്ഹാനല്ലാഹ്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യീന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന വചനമാണ്. ആ വചനത്തിന്റെ സാധൂകരണത്തിന് വേണ്ടി, ആ വചനത്തിന്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയ മുഅ്ജിസത്തുകൾ നൽകിയത്. അദ്ദേഹം പറഞ്ഞു സമുദായത്തോട്, യാ ബനി ഇസ്രായീൽ ഉഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബുക്കും വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. വമൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നുവോ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹു അന്നാർ, അവന്റെ വാസസ്ഥലം നരകമാകുന്നു. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, അക്രമികളായ അക്കൂട്ടർക്ക് ഒരു തരത്തിലുള്ള സഹായിയെയും കണ്ടെത്താൻ കഴിയില്ല എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞു കൊടുക്കാണ്. നാളെ ഹശ്റിന്റെ മൈതാനിയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെ കൂടി നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം അറിയോ? യാ ഈസ ഇബ്ന മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ, അഅൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, നീ പറഞ്ഞിട്ടുണ്ടോ ജനങ്ങളോട്, നിന്റെ ഉമ്മയെയും നിന്നെയും എനിക്ക് പുറമെ ആരാധകരായി സ്വീകരിക്കാൻ നീ പറഞ്ഞിട്ടുണ്ടോ? ഈസാ നബിയുടെ മറുപടി എന്താണ്? ഖാല സുബ്ഹാനക സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, സത്യമല്ലാത്തത് എപ്രകാരമാണ് റബ്ബേ ഞാൻ പറയുക. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ അതറിയുമായിരുന്നു. തഅലമു മാ ഫീ നഫ്സി, എന്റെ ഉള്ളിലുള്ളത് നീ അറിയുന്നു. വലാ അഅലമു മാ ഫീ നഫ്സിക്, നിന്റെ ഉള്ളിലുള്ളത് ഞാൻ അറിയുന്നുമില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, രഹസ്യങ്ങളെല്ലാം അറിയുന്നവൻ നീ മാത്രമാകുന്നു റബ്ബേ. മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇല്ലാ മാ
അമർതനി ബിഹി, എന്നോട് കൽപ്പിച്ചതല്ലാതെ. എന്താണ് എന്നോട് കൽപ്പിച്ചത്? അനിഅബ്ദുല്ലാഹ റബ്ബി വറബ്ബുക്കും, അനിഅബ്ദുല്ലാഹ റബ്ബി വറബ്ബുക്കും. ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനെ ആരാധിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവിടെ ഇരുന്നപ്പോ ഞാൻ അവർക്ക് മേൽ സാക്ഷിയായിരുന്നു. ഫലമ്മാ തവഫൈതനി, നീ എന്നെ ഉയർത്തിയതിനു ശേഷം കുന്ത അൻത റഖീബ അലൈഹിം, അവരുടെ കാര്യത്തിൽ കൈകാര്യകർത്താവ് നീ മാത്രമാകുന്നു. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിലും സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു. ഇൻ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നഹും ഇബാദുക, അവർ നിന്റെ അടിമകളാകുന്നു. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ റബ്ബേ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പ്രതാപിയും യുക്തിമാനുമാകുന്നു റബ്ബേ. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാക്ഷ്യമാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, റബ്ബേ, ഞാൻ അവരോട് പറഞ്ഞത് നിന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനത് കണ്ടിരുന്നു, നീ എന്നെ ഏറ്റെടുത്തപ്പോ പിന്നെ ഞാനത് കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ പ്രവാചകന്മാർക്ക് കഴിയില്ല. എത്ര വ്യക്തമാണെന്ന് ആലോചിച്ച് നോക്ക്. സുബ്ഹാനല്ലാഹ്. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതുത്തീരം നൽകും ഞാനെന്നോ അവരെന്ന് മൊയ്തീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പറയുമ്പോ, അള്ളാഹുവിന്റെ മുഖറബുകളായ അമ്പിയാക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഉലുൽ അസ്മുകളിൽപ്പെട്ട ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ ഭൂമിയിൽ നിന്ന് പോയതിനു ശേഷം ഭൂമിയിൽ നടന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല റബ്ബേ എന്ന് ഹശ്റിന്റെ മൈതാനിയിൽ വെച്ച് കൈമലർത്തുമെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നക അൻതൽ അല്ലാമുൽ ഗുയൂബ്, നീയാണെല്ലാം അറിയുന്നവൻ, നീയാണെല്ലാം കേൾക്കുന്നവൻ, കാണുന്നവൻ, ഞാനല്ല റബ്ബേ. സുബ്ഹാനല്ലാഹ്. ശക്തമായ തൗഹീദി പ്രബോധനവുമായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് പോയി. ആ തൗഹീദി പ്രബോധനത്തിന്റെ തെളിവായിട്ടാണ്, ആയാത്തുകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകൾ നൽകിയത്. ആ തൗഹീദി പ്രബോധനം നടത്തിയപ്പോ എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായി ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം തൗഹീദി പ്രബോധനം നടത്തിയപ്പോ എന്ത് സംഭവിച്ചോ, ഈ കാലഘട്ടത്തിൽ ഉമ്മത്തിന്റെ നടുത്തളത്തിൽ ഇറങ്ങിച്ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ സംഭവിച്ചു. ശത്രുക്കൾ ഉണ്ടായി, 4 ഭാഗത്തു നിന്നും അക്രമങ്ങൾ തുടങ്ങി, അദ്ദേഹത്തെ കൊല്ലാൻ വരെ പദ്ധതിയിട്ടു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ ഇബ്നു മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷിക്കുകയുണ്ടായി. അല്ലാഹു പറയുന്നു, അവർ പറയുന്നു, ഇന്നാ ഖത്തല്ലൽ മസീഹ ഈസാ ഇബ്നു മറിയം റസൂലുള്ളാഹ്, ഞങ്ങൾ ഈസാ ഇബ്നു മറിയമിനെ കൊന്നിരിക്കുന്നു. അല്ലാഹു പറയാൻ, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, അവർ കൊന്നിട്ടുമില്ല, അവർ കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, മറിച്ച് അവർക്ക് സാദൃശ്യം തോന്നിപ്പിക്കപ്പെടുക മാത്രമാണ് ചെയ്തത്. ബർറഫഅഹുല്ലാഹു ഇലൈഹി, ബർറഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവങ്കലേക്ക് ഉയർത്തിയിരിക്കുന്നു. വകാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു പ്രതാപിയും തത്വജ്ഞാനിയുമാകുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോമത്ത് തൊടാൻ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തി. ഏത് ആകാശത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്ര പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയെ കണ്ടത് 1ാമത്തെ ആകാശത്ത് വെച്ചാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 1ാമത്തെ ആകാശത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത് എന്ന് അനുമാനിക്കാം. പക്ഷേ പ്രവാചകനുമായിട്ടുള്ള മുനാജാത്തിന് വേണ്ടി ആ സമയം മാത്രം ഈസാ നബി 1ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നതാണോ എന്നും അറിയില്ല. ഏതായാലും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ദുനിയാവിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. സത്യം സത്യം പോലെ മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇനിയൊരു വരവ് കൂടി ഈ ദുനിയാവിലേക്കുണ്ട് എന്ന് സഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും.
ചില റിവായത്തുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔന്നത്യവും ഉത്കൃഷ്ടതയും കാണിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അള്ളാഹു കാണിച്ചു കൊടുത്തപ്പോ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായി, ആ ഉമ്മത്തിൽ ഒരാളാവാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നാണ്. ആ ദുആയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിനെ ഉയർത്തിയതും അദ്ദേഹം പിന്നീട് ദജ്ജാലിനെ കൊല്ലാൻ അവസാന കാലഘട്ടത്തിൽ വരുന്നതും എന്നൊക്കെ ഉള്ള റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അവസാന കാലമാകുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകൂടി ഭൂമി സന്ദർശിക്കും. ഇവിടെ വെച്ച് അദ്ദേഹം മരിക്കും. ആ വരവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ദമാസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരത്തിലേക്കാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക. 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി വരിക. മഞ്ഞയും വെള്ളയും വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക. അദ്ദേഹം തലതാഴ്ത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുടിയിഴകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊർന്നു വീഴുന്നതായി കാണാം. അദ്ദേഹം നേരെ നോക്കുമ്പോൾ മുത്തുമണികൾ പോലെ ആ വെള്ളം അദ്ദേഹത്തിന്റെ മുടിയിഴകളിൽ നിന്ന് ഉറ്റി വീഴുന്നതായി കാണാം. അദ്ദേഹത്തിന്റെ ശ്വാസോച്ഛ്വാസം അദ്ദേഹത്തിന്റെ കണ്ണെത്തുന്ന ദൂരം വരെ എത്തും. ആ ശ്വാസോച്ഛ്വാസം, അദ്ദേഹത്തിന്റെ കാറ്റ്, റീഹ് ഈസ ഇബ്നു മറിയം കൊള്ളുന്നിടത്തെല്ലാം പോകുന്നിടത്തെല്ലാം അവിശ്വാസികൾ മരണപ്പെട്ടു വീഴും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അങ്ങനെ അദ്ദേഹം ഭൂമിയിൽ അറ്റമില്ലാത്ത ഫിത്നകൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ദജ്ജാലിനെ ബാബുൽ ലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് വധിച്ചു കളയുകയും കൊന്നുകളയുകയും പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സമാധാന സമ്പൂർണമായ ഒരു ഭരണം ഈ ഭൂമിയിൽ നടത്തുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും കാലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമയത്താണ് ഈസാ നബിക്ക് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിലാണ് ഈസാ നബിക്ക് അള്ളാഹുവിന്റെ ഒരു അറിയിപ്പുണ്ടാകുക. ആ അറിയിപ്പ് വിശ്വാസികളെയും കൂട്ടി തൂർ പർവ്വതത്തിൽ, സീനാ പർവ്വതത്തിന്റെ ഇഴകളിലേക്ക് മാറിപ്പോകണം. കാരണം ഈ ഭൂമിയിൽ ആർക്കും നേരിടാൻ കഴിയാത്ത ചില അടിമകളെ ഭൂമിയിലേക്ക് ഞാൻ നിയോഗിക്കുകയാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനീങ്ങളുമായി വിദൂരമായ മലമ്പ്രദേശങ്ങളിലേക്ക് മാറുമെന്നാണ്. ആ സമയത്താണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്നകളിലൊന്നായ യഅജൂജ് മഅജൂജുകളുടെ പുറപ്പെടലുണ്ടാകുക. ആ യഅജൂജ് മഅജൂജ് ഭൂമിയിൽ അറ്റമില്ലാത്ത ഫിത്നകൾ വിതക്കുകയും അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനം തൊന്തുള്ള ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥനയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുതരം പ്രാണികളെ, ചെള്ളുകളെ പറഞ്ഞയക്കുകയും ആ ചെള്ളുകൾ ആ വലിയ ഗോത്രങ്ങളെ മുഴുവൻ, ആ വലിയ ജനസഞ്ചയത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഭൂമി മുഴുവൻ ജഡം കൊണ്ട് നിറയും. അവരുടെ കൊഴുപ്പും രക്തവുമായി ഭൂമി മലിനമാകും. വീണ്ടും ഈസാ നബി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമായി കഴുത്ത് നീണ്ട പക്ഷികൾ വന്ന് ആ ജഡങ്ങൾ മുഴുവൻ കൊത്തിയെടുത്തു കൊണ്ടുപോയി പിന്നീട് ഭൂമിയിലേക്ക് ഒരു മഴ പെയ്ത് ആ ഭൂമി മുഴുവൻ വൃത്തിയാകും, കണ്ണാടി പോലെ വൃത്തിയാകുമെന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. അതിനുശേഷം ഭൂമിയിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം സമ്പൽ സമൃദ്ധി ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും. പ്രവാചകൻ പറയുന്നു, ഒരു റുമ്മാൻ ഒരു വലിയ ഗോത്രത്തിന് മുഴുവൻ കഴിക്കാൻ പാകത്തിൽ വലിപ്പമുള്ളതായിരിക്കും. അത്രമാത്രം അത്ഭുതകരമായ ഐശ്വര്യം ഈ ഭൂമിയിൽ ഉണ്ടാകും. ആ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കുകയും അദ്ദേഹത്തിന്റെ മയ്യിത്ത് നമസ്കാരം നടക്കുകയും അദ്ദേഹത്തിന്റെ ഖബറടക്കം മുഹമ്മദി ഉമ്മത്തിന്റെ രീതിയിൽ, ഇസ്ലാമിക ശറഈന്റെ രീതിയിൽ നടക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വരവ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു ആയുസ് നൽകി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഭൂമിയിലേക്ക് വരും, ദജ്ജാലിനെ കൊല്ലും, ഭൂമിയിൽ ഒന്നുകൂടി ഭരിക്കും, മുഹമ്മദി ശറഅ അനുസരിച്ച് ഇവിടെ ജീവിക്കും, ഹുക്മുകളും ഫിഖ്ഹുകളും അനുസരിച്ച് ഇവിടെ ജീവിക്കും. മുഹമ്മദി ഉമ്മത്തിന്റെ ഒരു അംഗമായി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ജീവിക്കുമെന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താനുള്ളത്, ക്രിസ്തുമസ് ആഘോഷം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് വാദിക്കുന്നവരുടെ ആഘോഷമാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ, അവർക്ക് ആശംസകൾ അർപ്പിക്കാൻ ഒരിക്കലും പാടുള്ളതല്ല. നമ്മൾ മതേതരവാദികളാണ്, മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്, ശരിയാണ് എന്ന് പറഞ്ഞ് അങ്ങേയറ്റത്തെ ഗൗരവത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ ഒരു വിഷയത്തിൽ അതിന് ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ നമുക്ക് പാടുള്ളതല്ല. നാം അത് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിന് അങ്ങേയറ്റം കോപമുണ്ടാക്കുന്ന വിഷയം കൂടിയാണിത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കാര്യങ്ങളായി മനസ്സിലാക്കി, പ്രമാണബദ്ധമായി വിഷയങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അപക്വമായ നിലപാടുകളല്ല നമ്മൾ എടുക്കേണ്ടത്. ആളുകളെ പറഞ്ഞു വെറുപ്പിച്ച് ശത്രുക്കൾ സൃഷ്ടിക്കുകയല്ല, സമ്പാദിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഹിക്മത്തോടുകൂടി, പക്വതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, ആഘോഷങ്ങൾ ഒരു ഭാഗമാക്കാതിരിക്കുക, അതിന് ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുക എന്നത് നമ്മുടെ
മതത്തിനെതിരാണ്, നമ്മുടെ നിയമങ്ങൾക്കെതിരാണ്. എല്ലാവരും പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് മാത്രം പറയാൻ എന്താ മടി? പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അടുത്തൊരു സർക്കുലർ കണ്ടു. എല്ലാ സഭകളും ഒരുമിച്ചുള്ള ക്രിസ്തീയ സഭയുടെ, ചർച്ചുകളുടെ ഒരു സഭയുടെ ഒരു സർക്കുലർ കണ്ടു. അത് ഫേക്ക് ആണോ അല്ല ഉള്ളതാണോ എന്നറിയില്ല. അറിഞ്ഞിടത്തോളം ഉള്ളതാണ്. അവരതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഹലാൽ മാംസം കഴിക്കാതിരിക്കാൻ ക്രിസ്ത്യാനികൾ ശ്രദ്ധിക്കുക. അത് അവരുടെ ഇഷ്ടമാണ്. നമ്മുടെ ഹലാൽ മാംസം അവർ കഴിക്കേണ്ട ആവശ്യമില്ല. അതിനവർ കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെ പറയുന്നത് കൊണ്ട് അവരെന്തല്ല, വർഗീയവാദികളല്ല. അതേപോലെ തന്നെ ക്രിസ്തുമസ് ആഘോഷം എന്നുള്ളത് നമുക്കുള്ളതല്ല. അത് നമ്മുടെ മതത്തിനെതിരാണ്. അതുകൊണ്ട് നമ്മൾ വർഗീയവാദികളല്ല. അതുകൊണ്ട് നമ്മൾ ഭീകരവാദികളുമല്ല. അത് എന്റെ മതമാണ്, എന്റെ അവകാശമാണ്, എന്റെ അഭിപ്രായമാണ്, എന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ അക്ഷരമതി കാത്തു സൂക്ഷിക്കാൻ എനിക്ക് അവകാശമുണ്ട്, അർഹതയുണ്ട്. ആ അർഹത കാത്തു സൂക്ഷിക്കണം. അല്ലാണ്ട് മതത്തിന്റെ സ്വത്വത്തെ കൊണ്ടുപോയി പണയം വെച്ചിട്ടുള്ളൊരു മതേതരത്വം